കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രേസസിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ്. ചങ്കിങ് എന്നാൽ എന്താണ്? ചങ്കിങ് എന്നത് ഓരോ വാക്കും പ്രത്യേകം പഠിക്കുന്നതിന് പകരം അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടങ്ങളായി അല്ലെങ്കിൽ വാക്യഭാഗങ്ങളായോ പഠിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ചോദിക്കുകയാണ് ഹൗ ആർ യു. ഹൗ ആർ യു എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നതാണ്. ഇത് നമ്മൾ ഹൗ ആർ യു എന്ന് സെപ്പറേറ്റ് പഠിക്കാണ്ട് അത് ഒരുമിച്ച് പഠിക്കുന്നു. ഹൗ ആർ യു, ടേക്ക് യുവർ ടൈം, ഐ വിൽ കോൾ യു ലേറ്റർ. ഇങ്ങനെ ഒരുമിച്ച് സെൻറ്റൻസ് മൊത്തമായിട്ട് ഒരുമിച്ച് പഠിക്കുന്നതിനെയാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ചങ്കാണ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇവൻ എൻ്റെ ചങ്കാണ് അല്ലെങ്കിൽ ഇവൾ എൻ്റെ ചങ്കാണ്. എന്താണ് അവിടെ മീനിങ്? ഇവിടെ ചങ്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചാണ് എന്ന് കാണിക്കുവാനാണ്. ഈ സെയിം തന്നെ മീനിങ് ആണ് ചങ്കിങ് മെത്തേഡ് എന്ന് വെച്ചാൽ ആ സെൻറ്റൻസ്, ആ വാചകം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. സെപ്പറേറ്റ് പഠിക്കാതെ ഒരുമിച്ച് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മൾ ഇന്ന് പല സെക്ഷനുകളായിട്ടാണ് ചങ്ക്സ് പഠിക്കുന്നത്. രാവിലെ മോർണിംഗ് ടൈമിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് ചങ്ക്സ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എഴുന്നേൽക്കുകയാണ്, ഐ എം ഗെറ്റിംഗ് അപ്പ് നൗ. ഞാൻ പല്ല് തേക്കാം, ഐ വിൽ ബ്രഷ് മൈ ടീത്ത്. ഞാൻ തയ്യാറാകുകയാണ്, ഐ എം ഗെറ്റിംഗ് റെഡി. പ്രഭാത ഭക്ഷണം തയ്യാറാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഞാനിപ്പോൾ പോവുകയാണ്, ഐ എം ലീവിങ് നൗ. അടുത്തതായി നമുക്ക് നമ്മുടെ ഫാമിലിയോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ് പഠിക്കാം. ഇന്ന് സുഖമാണോ, ഹൗ ആർ യു ടുഡേ. നന്നായി ഉറങ്ങിയോ, ഡിഡ് യു സ്ലീപ്പ് വെൽ. പ്രഭാത ഭക്ഷണം കഴിക്കൂ, ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. ശ്രദ്ധിക്കണം, പ്ലീസ് ടേക്ക് കെയർ. പിന്നീട് കാണാം, സീ യു ലേറ്റർ. അടുത്ത നമ്മൾ ചായ അല്ലെങ്കിൽ ഭക്ഷണ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ് ആണ്. എനിക്കൊരു കപ്പ് ചായ വേണം, ഐ ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് കുറച്ച് കാപ്പി കിട്ടുമോ, ക്യാൻ ഐ ഹാവ് സം കോഫി. എനിക്ക് വിശക്കുന്നു, ഐ എം ഫീലിംഗ് ഹംഗ്രി. ഇതിന് നല്ല രുചിയുണ്ട്, ദിസ് ടേസ്റ്റ് ഗുഡ്. എനിക്ക് വയറ് നിറഞ്ഞു, ഐ എം ഫുൾ നൗ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സം ചങ്ക്സ് വിച്ച് വി ക്യാൻ യൂസ് ഇൻ ദ ഷോപ്പ്. കടയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ്. ഇതിനെത്രയാണ്, ഹൗ മച്ച് ഈസ് ദിസ്. ഞാനിത് വാങ്ങാം, ഐ വിൽ ടേക്ക് ദിസ്. ഇതിൻ്റെ മറ്റൊന്നുണ്ടോ, ഡു യു ഹാവ് അനദർ വൺ. അത് വളരെ വില കൂടുതലാണ്, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ബാക്കി നിങ്ങൾ വെച്ചോളൂ, കീപ് ദ ചേഞ്ച്. അടുത്തത് നമുക്ക് ബസ്സിലോ ട്രെയിനിലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ് നോക്കാം. ഈ സീറ്റ് ഒഴിഞ്ഞതാണോ, ഈസ് ദിസ് സീറ്റ് ഫ്രീ. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, വെർ ആർ യു ഗോയിങ്. ഇവിടെ നിർത്തൂ, പ്ലീസ് സ്റ്റോപ്പ് ഹിയർ. ഇത് ശരിയായ ബസ്സാണോ, ഈസ് ദിസ് ദ റൈറ്റ് ബസ്. വളരെ നന്ദി, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ് നോക്കാം. ഞാൻ ഇന്ന് ഇത് ചെയ്തോളാം, ഐ വിൽ ഡു ഇറ്റ് ടുഡേ. എനിക്ക് കുറച്ച് സമയം തരൂ, ഗിവ് മീ സം ടൈം. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. ഞാൻ പിന്നീട് വിളിക്കാം, ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ പിന്നീട് നിങ്ങളുമായി ബന്ധപ്പെടാം, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. അടുത്തതായി നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന കുറച്ച് ചങ്ക്സ് നോക്കാം. എല്ലാം എങ്ങനെയുണ്ട്, ഹൗ ഇസ് എവറിത്തിങ്. എന്താണ് നടക്കുന്നത്, വാട്ട്സ് ഗോയിങ് ഓൺ. കുറേ നാളായല്ലോ കണ്ടിട്ട്, ലോങ് ടൈം നോ സീ. നമുക്ക് കുറച്ച് സംസാരിക്കാം, ലെറ്റ്സ് ക്യാച്ച് അപ്പ്. ഉടൻ കാണാം, സീ യു സൂൺ. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന കുറച്ച് ചങ്ക്സ്. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ, ക്യാൻ യു ഹിയർ മീ. ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാം, ഐ വിൽ കോൾ യു ബാക്ക്. ഒരു നിമിഷം കാത്തിരിക്കൂ, ഹോൾഡ് ഓൺ പ്ലീസ്. കുറച്ച് ഉറക്കെ സംസാരിക്കൂ, സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. വിളിച്ചതിന് നന്ദി, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളൊരു ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന കുറച്ച് ചങ്ക്സ് നോക്കാം. എനിക്ക് സുഖമില്ല, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് തലവേദനയുണ്ട്, ഐ ഹാവ് ഹെഡേക്ക്. എനിക്ക് കുറച്ച് മരുന്ന് വേണം, ഐ നീഡ് സം മെഡിസിൻ. ഇവിടെ വേദനയുണ്ട്, ഇറ്റ് ഹേർട്സ് ഹിയർ. ഇപ്പോൾ എനിക്ക് കുറച്ച് ഭേദമുണ്ട്, ഐ എം ഫീലിംഗ് ബെറ്റർ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ചങ്ക്സ് ഉപയോഗിക്കാം? ഞാനൊന്ന് ശ്രമിക്കട്ടെ, ലെറ്റ് മീ ട്രൈ. എനിക്ക് മനസ്സിലാകുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് വീണ്ടും പറയാമോ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. ദയവായി പതുക്കെ സംസാരിക്കൂ, പ്ലീസ് സ്പീക്ക് സ്ലോലി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചങ്ക്സ് ഉപയോഗിക്കാം? പുറത്ത് മഴ പെയ്യുകയാണ്, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്.
ഇന്ന് നല്ല ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. നല്ല തണുപ്പാണ്. ഇറ്റ്സ് ക്വൈറ്റ് കോൾഡ്. എന്ത് മനോഹരമായ ദിവസമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. മേഘാവൃതമാണെന്ന് തോന്നുന്നു. ഇറ്റ് ലുക്സ് ക്ലൗഡി. നമുക്ക് വീട്ടുജോലികൾ ചെയ്യണ സമയത്ത് എങ്ങനെ ഈ ചങ്ക്സ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാൻ മുറി വൃത്തിയാക്കാം. ഐ ക്ലീൻ ദ റൂം. പാത്രങ്ങൾ കഴുകൂ. വാഷ് ദ ഡിഷസ്. ജനൽ തുറക്കൂ. ഓപ്പൺ ദ വിൻഡോ. വാതിലടയ്ക്കൂ. ക്ലോസ് ദ ഡോർ. ലൈറ്റ് ഓഫ് ചെയ്യൂ. ടേൺ ഓഫ് ദ ലൈറ്റ്. ഇനി ബാങ്കിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ചങ്ക്സ്. എനിക്ക് പണം പിൻവലിക്കണം. ഐ ലൈക്ക് ടു വിഡ്രോ മണി. എനിക്ക് പണം നിക്ഷേപിക്കണം. ഐ നീഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്. കൗണ്ടർ എവിടെയാണ്? വെർ ഇസ് ദ കൗണ്ടർ? നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ? സഹായത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നമ്മൾ ഏതെങ്കിലും വഴിയിൽ വെച്ചിട്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ചങ്ക്സ് എന്താണെന്ന് നോക്കാം. ക്ഷമിക്കണം. എക്സ്ക്യൂസ് മീ. ദയവായി എന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ? ബസ് സ്റ്റോപ്പ് എവിടെയാണ്? വെർ ഇസ് ദ ബസ് സ്റ്റോപ്പ്? ഇവിടെ നിന്ന് ദൂരെയാണോ? ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി ദിവസത്തിൻ്റെ അവസാനം ഉപയോഗിക്കാവുന്ന കുറച്ച് ചങ്ക്സ്. ഇന്ന് ഞാൻ വളരെ ക്ഷീണിതനാണ്. ഐ ആം വെരി ടയേർഡ് ടുഡേ. ഇന്ന് തിരക്കേറിയ ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ ബിസി ഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ വെരി ഹെക്റ്റിക് ഡേ എന്നും പറയാം. എല്ലാം നന്നായി നടന്നു. എവ്രിതിങ് വെൻറ്റ് വെൽ. നാളെ കാണാം. സി യു ടുമാറോ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. നമ്മളിന്ന് 75ഓളം ചങ്ക്സ് പഠിച്ചു. ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെയായി ഒരു ദിവസം ഒരു 5-10 ചങ്ക്സ് നമ്മൾ മനഃപ്പാഠമാക്കുക. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. പിറ്റേ ദിവസം സെയിം തന്നെ ചെയ്യുക. അങ്ങനെ ഒരു 3 ദിവസം സെയിം ചങ്ക്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 3 ദിവസം മറ്റുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സെൻറ്റൻസുകൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു ചെല്ലും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുമല്ലോ. നമ്മൾക്കിനി കുറച്ച് ഗ്രാമർ നോക്കാം. ഇന്ന് നമ്മൾ ഗ്രാമറിലെ മോഡൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് മോഡൽസ്? മോഡൽ എന്ന് പറഞ്ഞാൽ MODAL, MODEL അല്ല, MODAL. അതായത് ഇതിൻ്റെ മീനിങ് ആണ് ഹെൽപ്പിംഗ് വെർബ്സ്. ഇവ നമ്മുടെ പ്രധാന വെർബ്, അതായത് പ്രധാന ക്രിയയ്ക്ക് സഹായമായിട്ട് നിൽക്കും. എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കഴിവെന്ന് വെച്ചാൽ എബിലിറ്റി, അതുപോലെ അനുമതി പെർമിഷൻ, ഉപദേശം അഡ്വൈസ്, അതുപോലെ നിർബന്ധം നെസസിറ്റി, സാധ്യത പോസിബിലിറ്റി, കടമ ഡ്യൂട്ടി, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കിട്ടുവാനായിട്ടാണ് നമ്മൾ ഈ മോഡൽസ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രവൃത്തി അത് ചെയ്യാൻ കഴിയുമോ, അത് ചെയ്യണമോ, ചെയ്യേണ്ടതുണ്ടോ, ചെയ്യാൻ അനുവാദമുണ്ടോ, ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന വെർബിനെയാണ്, ഹെൽപ്പിംഗ് വെർബിനെയാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ മോഡൽസ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് കുറേ ഉണ്ട്. ഇതിൽ ഇന്ന് നമ്മൾ ആകെ 5 എണ്ണം മാത്രം നമ്മൾ ഇന്ന് പഠിക്കും. ബാക്കിയുള്ളത് പിന്നെ പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡൽസാണ് ക്യാൻ, ഷുഡ്, മേ, മസ്റ്റ്, യൂസ് ടു. നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ മോഡലാണ് ക്യാൻ. ക്യാൻ എന്ന് വെച്ചാൽ കഴിയും. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. ഞാൻ അകത്ത് വരാമോ? ക്യാൻ ഐ കം ഇൻ? പക്ഷികൾക്ക് പറക്കാൻ കഴിയും. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. അടുത്ത ഹെൽപ്പിംഗ് വെർബാണ് ഷുഡ്. ഷുഡ് എന്ന് വെച്ചാൽ വേണം, അല്ലെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെ കിട്ടാനാണ് ഷുഡ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നീ എല്ലാ ദിവസവും പഠിക്കണം. യു ഷുഡ് സ്റ്റഡി എവ്രി ഡേ. നാം മറ്റുള്ളവരെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ്. നീ സമയം പാഴാക്കരുത്. യു ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം. അടുത്ത മോഡൽ വേർബാണ് മേ. മേ എന്ന് വെച്ചാൽ വരാം, ആകാം എന്ന് കിട്ടുവാനാണ് മേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മേ ആസ്ക് എ ക്വസ്റ്റ്യൻ? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ. എൻ്റെ അച്ഛൻ ഒരു പുതിയ കാർ വാങ്ങാൻ സാധ്യതയുണ്ട്. എങ്ങനെ പറയും? മൈ ഫാദർ മേ ബൈ എ ന്യൂ കാർ. അടുത്ത മോഡൽ വെർബാണ് മസ്റ്റ്. മസ്റ്റ് എന്ന് വെച്ചാൽ തീർച്ചയായും വേണം, നിർബന്ധമാണ്.
ഉദാഹരണങ്ങൾ: നീ ഹെൽമെറ്റ് ധരിക്കണം. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്. നാം നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കണം. വി മസ്റ്റ് ഹെൽപ്പ് അവർ പേരൻറ്റ്സ്. നീ കള്ളം പറയരുത്. യു മസ്റ്റ് നോട്ട് ടെൽ ലൈസ്. ഇന്ന് പഠിക്കാൻ പോകുന്ന അവസാനത്തെ മോഡൽ വെർബാണ് യൂസ് ടു. യൂസ് ടു എന്ന് വെച്ചാൽ മുൻപ് നമ്മളൊരു കാര്യം പതിവായി ചെയ്തിരുന്നതിനെയാണ് നമ്മൾ യൂസ് ടു വെച്ചിട്ട് പറയുക. ഞാൻ മുൻപ് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ മുൻപ് ബസ്സിൽ സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. വി യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ്. അവൾ മുൻപ് കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ് ടു റീഡ് സ്റ്റോറി ബുക്സ്. അപ്പം നമ്മൾ മുൻപ് പതിവായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തിനെ കാണിക്കാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നത് നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യം കുറേ ചങ്ക്സ് പഠിച്ചു. നിങ്ങൾ ഈ ചങ്ക്സ് എല്ലാം കുറേശ്ശെയായി പ്രാക്ടീസ് ചെയ്യുമല്ലോ. കൂടാതെ നമ്മൾ 5 മോഡൽസ് പഠിച്ചു. അതും പ്രാക്ടീസ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.